പറഞ്ഞ പ്രൊഫൈലിൽ എത്രത്തോളം ആലങ്കാരികത ഉണ്ട് എന്നുള്ളതിൽ ഒരു സംശയം എനിക്ക് തന്നെ ഉണ്ട്. ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ എത്തിപ്പെട്ടു, അന്നേരം വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല, ഇന്നും സംഭവമായിട്ടൊന്നും തോന്നില്ല. പക്ഷെങ്കിൽ അത് ഏതോ രീതിയിൽ വേറൊരു ആശയത്തെ അല്ലെങ്കിൽ വേറൊരു അങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമിക്കുകയാണ്. പ്രസൻറ്റേഷൻ്റെ പഠിക്കേണ്ട വലിയൊരു പ്രസൻറ്റേഷനൊന്നുമല്ല, എന്നാലും ഈ ഒരു വിഷയം വന്നപ്പം പറഞ്ഞു തുടങ്ങാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എവിടെ നിന്ന് തുടങ്ങുന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ തന്നെ എത്തിപ്പെട്ട ഒരു ഡേറ്റാണ് 23 മെയ് 2019. 23 മെയ് 2019 എനിക്കൊരു എക്സാം നടക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങൾ ജാമ്യ നഗറിലാണ് ജീവിക്കുന്നത്. അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്ത് സിറാജ് എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തൊരു സുഹൃത്തും കൂടെ ഈ എക്സാം എഴുതാൻ വേണ്ടി ഡൽഹിൻ്റെ നേരെ അങ്ങേ അറ്റത്ത് ഒരു 1.5 മണിക്കൂറോളം യാത്ര ചെയ്ത് മെട്രോയിൽ യാത്ര ചെയ്തെത്തുന്ന ഒരു എക്സാം ഹാളിലേക്ക് പോവുകയാണ്. രാവിലെ ഫസ്റ്റ് മെട്രോ തന്നെ എടുത്തിട്ടാണ് പോകുന്നത്. അവിടെ എത്തുന്നവരെ നമ്മൾ പറയുന്ന പോലെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയോ വിഷയങ്ങളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് അവിടെ എത്തി. നമ്മളിപ്പം നെറ്റൊക്കെ നടക്കുന്ന പോലൊരു എക്സാമാണ്. അവിടെ ഫോൺ എടുക്കാൻ പാടില്ല, ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, ഫോണൊക്കെ പുറത്ത് വെച്ച് എക്സാം ഹാളിലേക്ക് കയറി. അന്നത്തെ ദിവസത്തിൻ്റെ വേറൊരു പ്രത്യേകത, ലോക്സഭ അസംബ്ലി ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസവും കൂടിയാണെന്ന്. എക്സാം എഴുതി കഴിഞ്ഞ് ഇതിന് തൊട്ട് മുന്നേ നമുക്ക് ഇങ്ങനെ ചെറിയ റിസൾട്ടുകളൊക്കെ കാണുന്നുണ്ട് ഫോണ് കൊടുക്കുന്ന സമയങ്ങളിൽ. ഇറങ്ങി വരുമ്പോൾ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി, വലിയ മുന്നേറ്റവും വിജയവും BJPക്ക് കിട്ടി എന്നുള്ള വാർത്തയാണ് നമ്മളിങ്ങനെ, ബാക്കിയുള്ളവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും, നമ്മളങ്ങനെ ഒരു ഇറങ്ങി വന്ന് അതിങ്ങനെ കിട്ടുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചുള്ള യാത്ര, സ്വാഭാവികമായിട്ടും ഞാൻ സിറാജും നല്ലോണം പൊളിറ്റിക്സ് സംസാരിക്കുന്ന ആൾക്കാരാണ്. ഈ വരുന്ന വഴിയിൽ സംസാരിച്ചത് മൊത്തം ഇന്ത്യയിലെ രാഷ്ട്രീയത്തെ കുറിച്ചാണ്. സിറാജ് ഇപ്പോൾ BBC വർക്ക് ചെയ്യാണ്. ഇപ്പോൾ ഞങ്ങളങ്ങനെ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള സംസാരങ്ങൾ നടത്തിയ ആൾക്കാർ തിരിച്ച 1.5 മണിക്കൂർ യാത്രയിൽ എന്തോന്നും മിണ്ടി പറഞ്ഞെന്നല്ലാതെ ഒന്നും സംസാരിക്കാതെ ഞങ്ങൾ തന്നെ തീരുമാനിച്ചെടുത്തുള്ള, ഞങ്ങൾ തന്നെ അറിയാതെ എത്തിയിട്ടുള്ള ഒരു നിശബ്ദതയിലേക്ക് എത്തുകയാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ സംസാരിച്ചില്ല എന്നുള്ളത്. ബാക്കിയുള്ള സുഹൃത്തുക്കളൊക്കെ ഗ്രൂപ്പിൽ തമാശ പറയുന്നുണ്ട്, ജയിച്ചതിനെ കുറിച്ചുള്ള ട്രോളുകൾ വരുന്നുണ്ട്, മീമുകൾ വരുന്നുണ്ട്, ആളുകൾ അങ്ങനെയുള്ള ഇതൊക്കെ വരുന്നുണ്ടെങ്കിലും ഞങ്ങൾ രണ്ടുപേർക്കും എന്തോ അവിടെ ഇങ്ങനെ അതിൻ്റെ കൂടെ, അപ്പം ഒരു കളി തോറ്റു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആർഗ്യുമെൻ്റ് അല്ലേ, നമ്മൾ ഒരു കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അർജൻറ്റീനയൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ എത്ര സംവാദങ്ങൾ ഉണ്ടാകുന്നില്ലേ, നമുക്ക് സംസാരിച്ച് മതിയാവുന്നില്ലല്ലോ. പക്ഷെ ഞങ്ങൾക്കൊന്നും പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നാണ് സത്യത്തിൽ അതിൻ്റെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വിഷമം, തോൽവിയുടെ വിഷമം സത്യത്തിൽ എനിക്കും ബാധിച്ചു. അങ്ങനെയാണ് അവസാനത്തെ എക്സാം കഴിഞ്ഞ് നേരെ ടിക്കറ്റൊന്നും എടുത്തിട്ടില്ല, നേരെ പോയി റെയിൽവേ സ്റ്റേഷനിൽ പോയി. ആദ്യം കണ്ട ട്രെയിനിൽ കയറി, ഉദംപൂർ വരെ പോകുന്ന ട്രെയിൻ ഉണ്ടെന്ന് കണ്ടു. ആ കയറി ചെന്ന സമയത്ത് കിട്ടിയ ട്രെയിനാണ്, ഫസ്റ്റ് കിട്ടുന്ന ട്രെയിനാണ്. ആ ട്രെയിൻ എടുത്ത് ഉദംപൂരിലെത്തി. ഉദംപൂരിൽ നിന്ന് ഏതൊക്കെയോ ആൾക്കാരെ ഇവിടെ ടാക്സി കയറി കാശ്മീരിലെത്തുന്നത്. അപ്പം കാശ്മീരിലേക്ക് പോകണമെന്നുണ്ട് ആ സമയത്ത് ഒരു ആഗ്രഹം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സങ്കടം മനസ്സിലാക്കുന്ന വേറൊരു കൂട്ടം, ഡൽഹിയിൽ ഇത് ആളുകൾക്കിടയിൽ ഇത് കാണുന്നില്ല. കാരണം ആളുകളൊക്കെ ജീവിതമായിട്ട് മുന്നോട്ടേക്ക് പോവാണ്. അങ്ങനെ കാശ്മീരിൽ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ കാശ്മീരിലെത്തിയിട്ട് നോമ്പായിരുന്നു ആ സമയത്ത്, ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, മെയ് മാസം നോമ്പാണ്. 21-ാം തീയതി, നോമ്പ് 27-ൻ്റെ അന്ന് രാത്രി അവിടെയുള്ളൊരു പള്ളിയിൽ ഒരു സുഹൃത്ത്, അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു സുഹൃത്തായിട്ട് ഒരു പള്ളിയിലേക്ക് പോകുമ്പോഴാണ് ആ പള്ളിയിലേക്ക്
ജാമ്യ നഗർ എന്നുള്ള പള്ളീൻ്റെ ഉള്ളിൽ നിസ്കരിക്കാൻ പോയപ്പോഴാണ് പെട്ടെന്ന് അവിടെ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എത്തിയ മുതൽ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു. പള്ളിയിലേക്ക് നോമ്പിരുത്തേന് പള്ളീൻ്റെ ഉള്ളിലേക്ക് പോലീസ് ഇരച്ചു കയറിയും അവിടുത്തെ സെക്യൂരിറ്റി ഫോഴ്സ് ഇരച്ചു കയറിയും പള്ളീൻ്റെ ഉള്ളിലൊരു സ്റ്റാൻഡ് ഓഫ്, അത് പള്ളീൻ്റെ ഉള്ളിലത്തെ വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ അവിടുത്തെ ഒരു ബാത്റൂമിൽ ഒളിച്ചിരിക്കുന്നതിൻ്റെ ഇതാണ്. ബാക്കിയുള്ളവരൊക്കെ പുറത്ത് നിന്ന് ധീരമായിട്ട് പോരാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് അന്നത്തെ ആ ഒരു പേടിയിലൊക്കെ പള്ളിയിൽ പോയിട്ട് വിളിക്കുക, അല്ല ബാത്റൂമിൽ പോയി വിളിക്കുക ചെയ്യുന്നത്. അന്ന് ആ നിസ്കാരം പക്ഷേ അവസാനിക്കുന്നില്ല. നിസ്കാരം സ്വാഭാവികമായിട്ട് നടക്കുന്നുണ്ട്. നിസ്കാരം എങ്ങനെയാണ് നടക്കുന്നത് വെച്ചാൽ ടിയർ ഗ്യാസ്, നിങ്ങൾ ഇവിടുന്ന് പോലീസ് പൊട്ടിക്കുന്ന 1-2 ടിയർ ഗ്യാസ് അല്ല, ആ പള്ളിയുടെ ചെറിയൊരു ഭാഗത്തായിട്ട് ഒരു 10-500 ടിയർ ഗ്യാസ് എങ്കിലും അന്ന് അവർ പൊട്ടിച്ചിട്ടുണ്ടാവും. അതിശയോക്തി ആകുന്നില്ല. അപ്പോൾ ഇങ്ങനെ നിസ്കാരം നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്കാരം തുടങ്ങും, നിസ്കാരം അവസാനിക്കുമ്പോഴേക്ക് കണ്ണെരിഞ്ഞിട്ട് നമ്മൾ കരഞ്ഞ് പിടിച്ച് വീണു. ചില ആൾക്കാർ ബോധം കെട്ട് വീഴുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, നിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ കുറേ കുട്ടികൾ ബക്കറ്റിൽ വെള്ളമായിട്ട് വരും. ബക്കറ്റിൽ വെള്ളമായിട്ട് വന്നിട്ട് അവരെന്ത് ചെയ്യും, നമുക്ക് ഇങ്ങനെ മുന്നിൽ കൊണ്ടുപോയി വെച്ചിരും. നമ്മളത് വെച്ചിട്ട് മുഖം കഴുകും. മുഖം കഴുകി തീരുന്നതിന് മുന്നേ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇമാം അടുത്ത നിസ്കാരം, അതായത് തറാവി നിസ്കാരത്തിൻ്റെ അടുത്ത നിസ്കാരത്തിലേക്ക് കടന്നിട്ടുണ്ടാവും. തൊട്ട് പിന്നിലേക്ക് നോക്കുമ്പോൾ പെല്ലറ്റ്, ഇന്ന് ഒരു ബോളിവുഡ് സിനിമ തമാശയാക്കുന്ന പെല്ലറ്റ് ഗണ്ണുകൾ. പെല്ലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരൽമണി പോലെ പോലീസ് തൊടുത്ത് വിടുന്ന ഗൺ ഷോട്ട്സ് ആണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന എന്താക്കും, ലോകത്ത് തന്നെ ഏറ്റവും വലിയ മാസ് ബ്ലൈൻഡിങ് ക്യാമ്പയിൻ നടന്നിട്ടുള്ള ഒരു സമയം കൂടെയായിരുന്നു. അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ഞാൻ അവിടെ എത്തുന്നത്. ഈ പെല്ലറ്റിൻ്റെ മുറിവുകൾ കൊണ്ടിട്ടുള്ള യുവാക്കൾ എന്ത് ചെയ്യും, പിന്നിൽ സ്ത്രീകളായിട്ടുള്ള ഉമ്മമാരൊക്കെ വന്ന് അവരെ ശുശ്രൂഷിക്കുകയും അവരെ മുറിവുണക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ രാത്രി ഒരു 3 മണി വരെ ഇതിങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഒരുപക്ഷെ ആ ഒരു വാർത്ത ഞാൻ പിന്നീട് ഒരുപാട് സ്ഥലങ്ങളിൽ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു പള്ളി ആക്രമണം എന്തുകൊണ്ട് എവിടെയും രേഖപ്പെടുത്തിയില്ല, അങ്ങനെ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണാതെ പോയതാണോ, അല്ലെങ്കിൽ അതാരും അറിയാതെ പോയതാണോ എന്നൊക്കെ വെച്ചിട്ടുള്ള അന്വേഷണങ്ങളും ആലോചന നടത്തിയിട്ട്. പക്ഷെ എനിക്ക് എവിടെയും എന്തിട്ടില്ല, അങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് ഇല്ല. എൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയൊരു ഭീകര അന്തരീക്ഷമാണെങ്കിൽ കൂടിയും അതാരും അറിഞ്ഞിട്ടില്ല. ഇന്ത്യയിൽ വേറെ എവിടെയാണെങ്കിൽ വലിയ വാർത്തയാവേണ്ട ഒരു സാധനം വളരെ നോർമലൈസ് ചെയ്ത്, അത് അവിടുത്തെ ആൾക്കാർക്ക് പോലും അതൊരു വലിയൊരു പ്രശ്നമല്ലാത്ത രീതിയിൽ മാറുന്നത് കാണുന്നത്. അതാണ് അടുത്ത ഇന്ത്യയിൽ സംഭവിക്കുക എന്നുള്ള ഒരു തിരിച്ചറിവും കൂടിയായിട്ടാണ് ആ കാശ്മീർ യാത്ര അവസാനിക്കുന്നത്. അതിൻ്റെ ആ ദിവസത്തിലുള്ള ഒരു വിഷ്വൽ മാത്രമേ പുറത്തുവിട്ടുള്ളൂ. അന്നൊക്കെ കയ്യിലുള്ള ഫോണിൽ ഫോട്ടോ എടുക്കാതെ ആളുകൾ കാണുമ്പോൾ ഫോണ് സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്ന, ഇന്റർനെറ്റ് കട്ട് ചെയ്തിട്ടുള്ള സമയങ്ങളായിരുന്നു. അതിനുശേഷമുള്ള മാസങ്ങളിൽ ഈ നേരത്തെ ഡൽഹിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഈ മൗനം, ഞാനും സിറാജും തമ്മിൽ സംസാരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള മൗനം, ബാക്കി ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായതുകൊണ്ട് തന്നെ നടക്കുന്ന ചർച്ചകളിലും സംസാരങ്ങളും സംവാദങ്ങളും ചായ സൽക്കാരങ്ങളിലൊക്കെ അതിനൊരു മന്ദിപ്പ് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യായിരുന്നു. ആളുകൾക്കിടയിൽ ഈ നിരാശ ഉണ്ട്. നമ്മൾ സംസാരിച്ച് രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ നമ്മളുടെ ഒരു സർക്കിളിൻ്റെ ഒരു പ്രശ്നം കൂടി ആയിരിക്കാം. അവിടെ എത്തുമ്പോൾ ഈ സാധനം ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരുന്നു. ഈ ഒരു സാധനത്തിൽ അത് അന്ന് ഞാൻ ഓമനിച്ച് പേരിട്ട് വിളിച്ച അങ്ങനെ കുറേ പേരുകൾ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാധനമാണ് കളക്റ്റീവ് പൊളിറ്റിക്കൽ ഡിപ്രഷൻ. ഒരു മൊത്തത്തിൽ ആളുകൾ ആരും ഇല്ല, ഈ പറയുന്ന കോൺഗ്രസോ അല്ലെങ്കിൽ ഓപ്പോസിഷൻ പാർട്ടികളോ ഇല്ല, ഒരു നല്ല ലീഡറില്ല, ആരും കൂടെ നിൽക്കാൻ പോലും ആളുകളില്ല. അതിന് പ്രത്യേകിച്ചുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയങ്ങളിലായിട്ട് അല്ലെങ്കിൽ അതിനുശേഷമുള്ള മാസങ്ങൾ നടക്കുന്ന പല രീതിയിലുള്ള പൊളിറ്റിക്കൽ, നിങ്ങളുടെ ഒരു ഓർമ്മയിലും പിന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അവസാനം എവിടെയെങ്കിലും വെച്ച് നമുക്ക് അവസാനിപ്പിക്കാൻ വിചാരിക്കാം. സമയം തീരുന്നതോടുകൂടി നമുക്ക് അതിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാം. ആ മെയ് മാസത്തിന് ശേഷം ജൂൺ മാസത്തിലാണ് തബ്രീസ് അൻസാരി, നിങ്ങൾ താഴെ വരുന്ന വഴിക്ക് ഈ സ്റ്റെപ്പിൻ്റെ അവിടെ തന്നെ തബ്രീസിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. കണ്ട ഓർമ്മയുണ്ട്. ഈ പുറത്തെടുക്കുന്ന ഓരോ പോസ്റ്ററിൽ കാണുന്ന ആളുകൾക്കും വലിയൊരു ജീവിതവും അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള വലിയൊരു ആഘാതത്തിൻ്റെ കഥയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടായിരിക്കും നിങ്ങൾ എത്തിയിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതറിയാം, എന്നാൽ കൂടി ഞാനത് ഓർമ്മിപ്പിക്കുകയാണ്. അതിലുള്ള ഒരാളാണ് തബ്രീസ് അൻസാരിയുടെ ലിഞ്ചിങ്, അതിൻ്റെ വീഡിയോ ഒരു മുസ്ലിം കണ്ടു കഴിഞ്ഞാൽ അത്രയും അവനെ ഹ്യൂമിലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നത്.
അതിന് കൂടെ തന്നെ ഞാൻ കുറച്ച് വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് ജൂലൈ മാസത്തിലാണ് ഈ ക്രിമിനലൈസേഷൻ ട്രിപ്പിൾ തലാക്ക്, 3 തലാക്ക് പറയുന്ന മുസ്ലിങ്ങൾ സാധാരണ സിവിൽ കോർട്ടിൽ നടക്കേണ്ട ഡിവോഴ്സ് കേസുകൾ എന്ത് ചെയ്യും, മുസ്ലിങ്ങളുടെ മാത്രം ക്രിമിനൽ കോർട്ടിൽ വെച്ച് നടക്കും എന്നുള്ള രീതിയിൽ ട്രിപ്പിൾ തലാഖിൻ്റെ ബില്ല് കൊണ്ടുവരുന്നത്. നേരത്തെ പറഞ്ഞ കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഓഗസ്റ്റ് 5-ാം തീയതിയാണ് എടുത്തു കളയുന്നത്. ആ ദിവസം സത്യത്തിൽ ഞങ്ങളുടെ ക്ലാസ്സിലും സുഹൃത്തുക്കളായിട്ട് ജാമിയ മില്ലിയ ഇസ്ലാമിലൊക്കെ ഒരുപാട് ആളുകൾ കാശ്മീരിലുണ്ട്. ഇവരൊക്കെ പൊട്ടിക്കരയാണ്. കാരണം എന്ന് വെച്ചാൽ അവരെ വീട്ടുകാരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എന്ത് സംഭവിക്കുന്നതെന്ന് അറിയില്ല. പുറത്ത് അതിനുശേഷം ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പലരും അവിടത്തേക്ക് യാത്ര ചെയ്ത് അവിടെ എല്ലാം ശാന്തമാണെന്ന് പറയുമ്പോൾ തന്നെ അതേ സമയത്ത് നമ്മളെ സുഹൃത്തുക്കൾ നമ്മളോട് പറയുന്ന വേറൊരു കഥയുണ്ട്. അവിടുത്തെ ഉച്ചഭാഷിണികളിലൂടെ, അതായത് ബാങ്ക് കൊടുക്കുന്ന ഉച്ചഭാഷിണികളിലൂടെ അവിടെയുള്ള യുവാക്കളെ ടോർച്ചർ ചെയ്തുകൊണ്ട് അവരുടെ കരച്ചൽ കേൾപ്പിച്ചുകൊണ്ട് ആളുകളെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുത്തുന്ന ഒരു മെക്കാനിസം, അത്രയും ഭീകരമായിട്ടുള്ളൊരു മെക്കാനിസം. ഇതൊക്കെ കാശ്മീർ ഞാൻ തിരിച്ചു വീടുമ്പോൾ വെച്ചാൽ ഈ ആർട്ടിക്കിൾ 370 സംഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളും കാശ്മീരിലെ മുസ്ലിങ്ങളോടും ഒരേ ട്രീറ്റ്മെന്റിലേക്ക്, ഒരേ നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരണം. നോർമലൈസേഷൻ കൊണ്ട് സത്യത്തിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾ കണ്ട വീഡിയോയിൽ കണ്ടിട്ടുള്ള വിഷ്വൽ, അത് ഇന്ത്യയിൽ പിന്നീട് നമ്മൾ നിരന്തരമായി ഇന്ത്യയിലുള്ള ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ പ്രദേശങ്ങളിലും ഇങ്ങനെയുള്ള വീഡിയോകൾ അങ്ങനെ പള്ളികളിലേക്ക് ഇരച്ചു കയറുന്ന ഹിന്ദുത്വവാദികളെയും പോലീസിനെയും കാണുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നത്. അതായിരുന്നു നോർമലൈസേഷൻ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ വരുന്നതാണ് ബാബരി വേർഡിക്റ്റ്. നിങ്ങൾ എല്ലാവരും എവിടെയായിരുന്നു എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷേ എൻ്റെ വല്യപ്പയും വല്യമ്മയും ആദ്യമായിട്ട് ഡൽഹി കാണാൻ വന്നതിൻ്റെ അടുത്ത ദിവസമായിരുന്നു ബാബരി വേർഡിക്റ്റ് വരുന്നത്. അപ്പം പ്രത്യേകിച്ച് ഉമ്മാമാന താജ്മഹൽ കാണിക്കണം, ഡൽഹി മൊത്തം കാണിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അന്ന് രാത്രിയാണ് പെട്ടെന്ന് പറയുന്ന ബാബരിയുടെ വേർഡിക്റ്റ് അടുത്ത ദിവസം വരുമെന്ന് പ്രഖ്യാപിക്കുകയും ജാമിയ നഗറിലുള്ള എല്ലാ കടകളും അടയ്ക്കുകയും ആളുകൾ, അതായത് ഞങ്ങൾ വിളിച്ചിട്ടുള്ള ടാക്സി ക്യാൻസൽ ആവുകയും നിങ്ങൾക്ക് അറിയായിരിക്കും അന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാം അഡ്മിൻ ഓൺലി ആക്കി ആളുകളെല്ലാവരും വീട്ടിലിരിക്കണം എന്നുള്ള, കേരളത്തിൽ പോലും അങ്ങനെയുള്ള പ്രചാരണം തന്നെ. അപ്പം ഡൽഹിയിൽ എത്രത്തോളം, ജാമിയ നഗറിൽ എത്രത്തോളം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി അടച്ചിട്ടു, ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ്സുകൾ റദ്ദാക്കി. ഒരു കേസിൽ വിധി പറയുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരുക്കങ്ങൾ കണ്ടിട്ട് അന്ന് എൻ്റെ കാരണവരായിട്ടുള്ള മൂപ്പരെന്ത് ചെയ്തു, രാത്രിക്ക് രാത്രി വല്യപ്പാനെയും വല്യമ്മാൻ്റെയും പിന്നെ കൂടെ വന്നിട്ടുള്ള ഞങ്ങൾ കുറച്ച് പേരമക്കളുണ്ടായിരുന്നു, അവർക്ക് എല്ലാവരും ടിക്കറ്റ് എടുത്ത് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള ഇതൊക്കെ ഉണ്ടാക്കി. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആ വേർഡിക്റ്റ് വരുന്നു. അതിലുള്ള അനീതിപരമായിട്ടുള്ള പല പരാമർശങ്ങളും കാണുന്നു. ഒന്നിന് പകരം 5 ഏക്കർ സ്ഥലം വേറൊരു സ്ഥലത്ത് നിങ്ങൾക്ക് തരാമെന്നൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരുടെ ഇടയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസമായി അത് അവസാനിക്കാൻ പോവാണ്. അന്നേരമാണ് ശരിക്ക് ഒറ്റ പ്രൊട്ടസ്റ്റ് കോള് അവിടെ നടക്കുന്നത്. JNUവിൽ ഒരു ബാഡ്മിൻ്റൺ കോർട്ടിൻ്റെ അറ്റത്തായിട്ട് കുറച്ച് വിദ്യാർത്ഥികൾ കൂടിയിരിക്കാനും ഇതിനെ പ്രതിഷേധിക്കാനും വേണ്ടിയിട്ട് ഒരുമിക്കും എന്നുള്ള ഒരു വാട്സപ്പ് ഫോർവേഡുകൾ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ JNUവിൽ ഞങ്ങൾ പോയി. അവിടെ ഇന്ത്യയിലുള്ള എല്ലാ മാധ്യമങ്ങളും ഉണ്ട്. അവിടെ വെച്ച് അല്ലറ ചില്ലറയായിട്ടുള്ള കുറേ മുസ്ലിം ചെറുപ്പക്കാർ, നേരത്തെ പറഞ്ഞ കളക്റ്റീവ് പൊളിറ്റിക്കൽ ഡിപ്രഷനിൽ നിന്നുള്ള അവരുടെ കുറേ പരാതികൾ, അവരുടെ സങ്കടങ്ങൾ, അവരുടെ പ്രതിഷേധങ്ങൾ സംസാരിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് നടത്തി. ആ മീറ്റിങ്ങിൻ്റെ സൂത്രധാരനായിരുന്നു ഷർജീൽ ഇമാം എന്ന് പറഞ്ഞ് ഇന്നും ജയിലിലാണ്, 6 വർഷമായി ജയിലിൽ കിടക്കുന്ന JNUവിലെ റിസർച്ച് സ്കോളറായിട്ടുള്ള ഷർജീൽ ഇമാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുഹൃത്തും അതിനേക്കാൾ വലിയ ഇന്ത്യൻ മുസ്ലിം ചെറുപ്പക്കാരുടെ ഒരു ലീഡറായി പിന്നീട് കാണപ്പെടുന്ന ഷർജീൽ ഇമാമായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ സംഘാടകൻ. എന്നിട്ട് തമാശക്ക് അതിൽ അവസാനത്തിൻ്റെ തൊട്ടു മുന്നേ സംസാരിക്കുന്ന ഒരാൾ ഞാനുമാണ്. ഞാൻ തന്നെ ചോദിച്ച് അതുവരെയുള്ള എൻ്റെ ഒരു പ്രശ്നങ്ങളും പ്രഷറൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനും സംസാരിക്കുന്നുണ്ട്. എന്തോ വായി തോന്നിയത് ഇന്ന് ഇപ്പം സംസാരിക്കുന്ന പോലെ തന്നെ ഒരു സംസാരമാണ് ഞാനും പറഞ്ഞത്. ഒറ്റ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ട്, ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചാരി നിന്നിട്ട് ഇത് കണ്ടു നിൽക്കില്ല, ഞങ്ങളും മുന്നോട്ടേക്ക് വരും, ഞങ്ങളും ഇതിന് മറുപടി പറയും, ഞങ്ങൾ ഇതിൻ്റെ റെസിസ്റ്റ് ചെയ്യും എന്നുള്ളൊരു വർത്താനം പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്.
എന്നാൽ ഇത് നടക്കുന്ന നവംബർ ആണെങ്കിൽ ഡിസംബറോട് കൂടി CAA എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് എന്നുള്ള ആക്ട് മുന്നോട്ടേക്ക് വരികയാണ്. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് വരുന്നതിന് ഒരു ചെറിയൊരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ അത് പാർലമെൻറ്റിൽ വലിയ ഡിബേറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. അതൊരു ഒരു ഒരു നല്ലൊരു പോസിറ്റീവ് സൈനാക്കി കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ സമരം വളരെ കൺവെൻഷൻ ആയിട്ടുള്ള സമരത്തിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു സമരത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും അതിനുള്ളൊരു രംഗമുണ്ടാവുകയും ചെയ്യുന്നുള്ളതാണ്. ഡിസംബർ 10 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിലായിട്ട് ജാമിയ മില്ലിയ ഇസ്ലാമിയയിലും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലും ദൈവബന്ധിലുമൊക്കെ ആയിട്ട് നടക്കുന്ന സമരങ്ങൾ ഒരുമിച്ച് കൂടി പല രീതിയിൽ വഴിമാറി ഒരുമിച്ചു അവസാനം വലിയ അക്രമങ്ങളിലേക്ക്, പോലീസ് അതിക്രമങ്ങളിലേക്ക് എത്തുന്നതാണ് നമ്മൾ ആ ഒരു ദിവസങ്ങളായിട്ട് കാണുന്നത്. ഇത് ഒരു ഇതിനാണ്, ഇത് അംബേദ്കർ പറഞ്ഞൊന്നല്ല, ആ നാട്ടിലെ ഏതോ ചെറുപ്പക്കാരൻ തോന്നിയതാണ്. ഡോണ്ട് ബി റിയലിസ്റ്റിക്, ലെറ്റ്സ് ഡു ദ ഇമ്പോസിബിൾ. സത്യത്തിൽ ആൻറ്റി CAA പ്രൊട്ടസ്റ്റ് എന്ന് വെച്ചാൽ അത് തന്നെയായിരുന്നു, ഡൂയിങ് ദ ഇമ്പോസിബിൾ. ഇന്ത്യയിൽ അങ്ങനെ ഒരു സമരം പറ്റൂല എന്ന് പറഞ്ഞ് മുസ്ലിം ചെറുപ്പക്കാർ സംഘാടനം അറിയില്ല എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്നാണ് സത്യത്തിൽ അങ്ങനെ ഒരു ആൻറ്റി CAA പ്രൊട്ടസ്റ്റ് നടക്കുന്നത്. അതിൻ്റെ പ്രത്യേകതമായിട്ട് ആദ്യം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ജാമിയ മില്ലിയ ഇസ്ലാമിയയിലും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലും പോലീസ് ഇരച്ചുകയറാണ്. അപ്പോൾ പോലീസ് ആക്രമിക്കല്ല ചെയ്തത്, പോലീസ് അവരുടെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു ഓപ്പറേഷൻ നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അവർക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു, അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു, അവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച ദിവസം ഞായറാഴ്ച ദിവസമാണ് ഡിസംബർ 15. കുട്ടികളൊന്നും കോളേജില്ലാത്ത, ആകെ പഠിക്കാൻ വരുന്ന ലൈബ്രറിയിൽ ഇരിക്കുന്ന കുറച്ച് ആളുകൾ മാത്രം ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ്. ആ ദിവസം വന്നു സമയമെടുത്ത് നടത്തിയിട്ടുള്ള ഒരു പോലീസ് ഓപ്പറേഷൻ ഈ കമ്മ്യൂണിറ്റി കൊടുക്കുന്ന ദ ഫസ്റ്റ് വാർണിംഗ് എന്നുള്ള ഒരു വാർണിംഗ് ആയിരുന്നു നടന്നുള്ളത്. അത് ഞാൻ അങ്ങനെ വിശദീകരിച്ച് പറയുന്നില്ല, സമയവും മുന്നോട്ടേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ അതിൽ കൂടുതൽ സമയമെടുക്കാതെ മുന്നോട്ടേക്ക് പോവുകയാണ്. ഈ ഒരു ഇതിൻ്റെ ഒരു ആകത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുസ്ലിങ്ങൾക്ക് എന്തോ ഒരു ആർജവം കിട്ടുന്ന രീതിയിൽ ഒരു പുതിയ ഒരു ഐഡൻറ്റിറ്റി കിട്ടിയ രീതിയിൽ, പുതിയ ഒരു വ്യാഖ്യാനം, ഒരു ലാംഗ്വേജ് കിട്ടിയ രീതിയിൽ മുസ്ലിങ്ങൾ മാറുകയാണ്. അതിൻ്റെ പല രീതിയിൽ നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമാണ്. ഈ പറഞ്ഞ എനിക്ക് തോന്നി ഇന്ന് നടന്ന പല ചർച്ചകളും ആൻറ്റി CAA എത്രത്തോളം വലുതാണോ, എത്രത്തോളം പ്രതീക്ഷ നൽകിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും, പക്ഷേ സ്റ്റേറ്റ് അതിൽ ചെയ്ത സാധനമുണ്ട്. അതിൻ്റെ സെക്കൻഡ് വാർണിംഗ്, ഫസ്റ്റ് വാർണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കുട്ടികളെ തല്ലി കൂട്ടുകയാണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് വാർണിംഗ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച, സ്വാഭാവികമായിട്ടും നോർത്ത് ഇന്ത്യയിലൊക്കെ വെള്ളിയാഴ്ച നിസ്കാരത്തിന് ശേഷമാണ്, നമ്മുടെ നാട്ടിലൊക്കെ പിരിവൊക്കെ നടക്കുന്ന രീതിയിൽ അവിടെ ആ സമയത്താണ് അവർ ഒന്നിച്ചു കൂടുകയും അവരുടേതായിട്ടുള്ള പ്രതിഷേധങ്ങളും ഗാദറിങ്ങുകളൊക്കെ നടത്തുകയും ചെയ്യുക. അപ്പം അടുത്ത വെള്ളിയാഴ്ച ഡിസംബർ 19-ാം തീയതി എന്താവാണ്, UP-യിലുള്ള 7ഓളം ജില്ലകളിലായിട്ട് 21ഓളം മുസ്ലിം ചെറുപ്പക്കാരെ വെടിവെച്ച് കൊല്ലുകയാണ്. അവർ ആൻറ്റി CAA പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് സമരം ചെയ്യുമെന്നുള്ള ആലോചനയാണ് പല സ്ഥലങ്ങളിലും സംഭവിച്ചിട്ടുള്ളത്. ചിലയിടത്ത് സമരം ചെയ്തതിൻ്റെ പേരിലുമായിട്ട് പോലീസ് വെടിവെച്ച് കൊല്ലുകയാണ്. അതിൽ എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും അതിലുള്ള പലരെയും കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അതിൽ ഈ ഒരു കുട്ടീനെ കുറിച്ച് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു സാധനമായിരുന്നു. ഞാൻ ഒരു വർഷം എടുത്തതിന് ശേഷമാണ് ഈ കുട്ടീൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. സഗീർ എന്ന് പറഞ്ഞിട്ടൊരു 8 വയസ്സുകാരൻ്റെ കഥ ഞാൻ പലയിടത്തും പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. സഗീർ എന്ന് പറഞ്ഞിട്ടുള്ള 8 വയസ്സുകാരൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ചുവന്ന ബൈസിക്കിളുമായിട്ട് അന്ന് സമരം നടക്കുന്നതിൻ്റെ ഇടയിലേക്ക് വീട്ടുകാരറിയാതെ ഇറങ്ങി പോവുക ചെയ്യുന്നത്. അങ്ങനെ അവിടെ ഉണ്ടായിട്ടുള്ള ആൾക്കൂട്ടങ്ങൾക്കിടയിൽ സ്റ്റാമ്പീഡിൻ്റെ ഇടയിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. അത് മുസ്ലിങ്ങളുടെ തെറ്റാണെന്നും മുസ്ലിങ്ങളാണ് ആ കൊലപാതകത്തിന് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് BJP ഇവർക്കെതിരെ തിരിയുകയും ഈ ഫാമിലിക്കെതിരെ കേസെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നമ്മളുടെ ഒരു കളക്റ്റീവ് മെമ്മറിയിൽ വേണ്ട, അല്ലെങ്കിൽ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു വർഷം എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അത്രത്തോളം നിസ്സാരമായിരുന്നു അന്ന് ആ ജീവിതം എന്നുള്ളതാണ്. ആ വീട്ടുകാരോട് പോയിട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഈ ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് നോക്കിയെടുക്കാനോ
ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആ സമയത്ത് നടത്തിയിട്ടുള്ള യാത്രകളാണ് സത്യത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ വേറൊരു അനുഭവം, അല്ലെങ്കിൽ അവരെത്രത്തോളം ഈ സ്റ്റേറ്റിന് കണ്ടുകൂടാൻ പറ്റാത്തതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ഈ 21 പേരിൽ അധികം ആൾക്കാരുടെയും കബറടക്കം നടക്കുന്നത് പോലീസാണ് നടത്തുന്നത്. പോലീസ് വീട്ടിൽ നിന്നും കുറച്ച് ദൂരെ മാറി അവർ തീരുമാനിക്കുന്ന രീതിയിൽ വീട്ടിൽ നിന്നും ഒരാളെ മാത്രം കൂടെ കൊണ്ടുപോയിട്ട് നടത്തുന്ന കബറടക്കങ്ങൾ പോലീസ് തീരുമാനിക്കും, പോലീസ് ഇതാക്കും. അതിൽ ഈ ബുള്ളറ്റിന്റെ ഇഞ്ചുറി ഉണ്ടെങ്കിൽ കൂടി അവരെ പ്രവേശിപ്പിക്കാൻ എന്ത് ചെയ്യുന്നില്ല, ഹോസ്പിറ്റലുകൾ തയ്യാറാവുന്നില്ല. അങ്ങനെ മരിച്ച ആൾക്കാരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറോസാബാദിൽ നിന്നും ബുള്ളറ്റ് ആക്രമണം, ഇങ്ങനെ പോലീസ് ഷൂട്ടിങ്ങിൽ പരിക്ക് പറ്റിയതിന് ശേഷം അവിടെ ചികിത്സിക്കാൻ ഹോസ്പിറ്റലുകൾ വിസമ്മതിച്ചതോടുകൂടി ആഗ്രയിലേക്ക് ബൈക്കുമേൽ ഇരുത്തിക്കൊണ്ട് ഈ ബുള്ളറ്റ് ഇഞ്ചറിയുള്ള ആളെ കൊണ്ടുപോയിട്ട് അവിടെ എത്തുന്നതിനിടയിൽ മരിച്ചു പോയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ഓരോരുത്തരുടെ കഥ, അത് ഏകദേശം ഒരു മാസം സമയം എടുത്തിട്ടാണ് നമ്മൾ അതിൽ 7ഓളം സ്ഥലങ്ങളിൽ പോകുന്നത്. അതിൽ അവസാനം സഗീറിന്റെ മാത്രമാണ് വിട്ടുപോകുന്നത്. സഗീറിന്റെ വീട്ടിലേക്ക് പോകുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ്. ഇതിന്റെ സെക്കൻഡ് വാർണിംഗ് ആയിരുന്നു. ഞാൻ സമയം കഴിയുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഇതാക്കി വേഗത്തിൽ പോവാണ്. ഈ സെക്കൻഡ് വാർണിംഗിൽ മരിക്കുന്ന 21 പേർക്ക് ശേഷം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊന്നും തളരാതെ, അല്ലെങ്കിൽ ഇത് ഒരു രീതിയിൽ ഇതിനോടുള്ള നമ്മളുടെ ഒരു ഇഗ്നോറൻസ് ഒരു ബ്ലെസ്സിങ് ആയിക്കൊണ്ട് എന്താക്കാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുന്നോട്ടേക്ക് തന്നെ ആന്റി സി എ പ്രൊട്ടസ്റ്റുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ പ്രത്യാഘാതമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെസ്പോൺസായിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നതാണ് മൂന്നാമത് നടത്തുന്ന ഏറ്റവും വലിയ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വംശീയ ഹത്യ എന്നുള്ള രീതിയിൽ പറയുന്ന ജനസൈഡ് എന്നുള്ള വാക്കിനോട് കൂറ് വളർത്തുന്നില്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള ഒരു കലാപം സൃഷ്ടിക്കുന്നത്. ഈ കലാപത്തിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, ഡൽഹിയിൽ കലാപം എന്ന് പറയുമ്പോൾ ആൾക്കാർ എപ്പോഴും ഉന്നയിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു വലിയൊരു സ്ഥലത്ത് അവിടെ ഒരുപാട് പേര് കൂടി നിന്നിട്ടുണ്ടായിട്ടുള്ള ഒരു കലാപമല്ല. 6 കിലോമീറ്റർ ചുറ്റളവിൽ, അല്ലെങ്കിൽ 6 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ നടക്കുന്ന ഒരു ചെറിയ സ്ഥലത്ത്, ഡൽഹിന്റെ പാർലമെന്റിൽ നിന്നും അരമണിക്കൂർ പോലും ദൂരം ഇല്ലാത്തൊരു സ്ഥലത്ത് ദിവസം തുടർച്ചയായി നടക്കുന്ന കലാപവും അതിനോടുള്ള പ്രതിരോധവും അതിനോടുള്ള അടിച്ചമർത്തലും നടക്കുന്നതാണ് ഡൽഹി പ്രോഗ്രാം എന്ന് പറയുന്ന 53ഓളം അല്ലെങ്കിൽ 56ഓളം അല്ലെങ്കിൽ അതിലേറെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ള ഡൽഹി പ്രോഗ്രാം എന്ന് പറയുന്നുള്ള സംഭവം. അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റിസ് മുരളീധർ അന്ന് രാത്രി കൊടുക്കുന്നത് അതിലേറ്റവും ഭീകരമായിട്ടുള്ളതോ അല്ലെങ്കിൽ അതിലേറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം അതായിരുന്നു. ആംബുലൻസിനെ, അതായത് 3 കിലോമീറ്റർ അപ്പുറത്തുള്ള JTB ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിനെ കടത്തിവിടാൻ രാത്രി 12 മണിക്ക് ഒരു ജഡ്ജാണ് പോലീസിനോട് നിർദ്ദേശം കൊടുക്കുന്നത്. അതുവരെ എന്ത് ചെയ്യുന്നില്ല, ആംബുലൻസിനെ കടത്തിവിടാൻ സമ്മതിക്കില്ല. സത്യത്തിൽ അന്നൊരു ദിവസം രാത്രി ഞങ്ങൾ പോയിട്ട് ഈ പോലീസ് തടഞ്ഞു വെച്ചാൽ അപ്പുറത്തുള്ള ആംബുലൻസും വണ്ടികളും കാണുന്നുണ്ട്. അത് രാത്രി പോയ ഒരു സമയത്ത് സംഭവിച്ചാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ മോബുകളെ കാണുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ തെരഞ്ഞു നടക്കുന്ന മോബുകളെ അത് ഞാൻ ഇടയിൽ പെട്ടുപോയി എന്ന് പറഞ്ഞ അന്ന് സത്യത്തിൽ ഈ പോലീസ് എത്രത്തോളം, അതായത് അന്ന് 2 സ്ഥലങ്ങളിലായിട്ട്, മോജ്പൂറിന്റെ 2 ഭാഗങ്ങളിലായിട്ട് ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ ഒത്തുകൂടിയും വേറൊരു ഭാഗത്ത് ഹിന്ദു സമാജിന്റെ ആളുകൾ ഒത്തുകൂടുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഈ മുസ്ലിം സൈഡ് കൂടെയാണ് ഞങ്ങൾ കടന്നു വരുന്നത്. ഞാനും എൻ്റെ സുഹൃത്തും മുന്നോട്ടേക്ക് വന്ന് ഇപ്പുറത്തുള്ള ഈ കപിൽ മിശ്രയൊക്കെ
ആഹ്വാനം നൽകിയിട്ടുള്ള ആ സൈഡിലേക്ക് വരുമ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള പോലീസാണ്. ഒരു സൈഡിൽ പോലീസ് എന്താണ്, ആക്രമിക്കാൻ തുനിഞ്ഞു നിൽക്കുന്ന, പക്ഷെങ്കിൽ ഒരു രീതിയിലും നിരായുധരായിട്ട് വെറും മുദ്രാവാക്യം മാത്രം വിളിക്കുന്ന ഒരു സംഘവും, അത് നേരെ വിപരീതമായിട്ട് ഈ പറയുന്ന ഈ സാധനങ്ങളൊക്കെ പൊളിച്ചിടുകയും കത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ നിന്നുകൊണ്ട് അവരിൽ നിന്ന് ചായയും പലഹാരങ്ങളൊക്കെ വാങ്ങിച്ച് നിൽക്കുന്ന ഒരു പോലീസ്. നമ്മൾ അതിശയോക്തി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്നൊരു സാധനമല്ലേ, ആ ഒരു സാധനം പോലെ അവര് പെരുമാറുന്നുണ്ട്. ഈ പോലീസിന്റെ പിന്നിൽ നിന്ന് മുദ്രാവാക്യം അല്ലെ, നിങ്ങൾ ആ ഈ വീഡിയോയിലോ മറ്റൊരു വീഡിയോയിലായിട്ട് വെച്ചുള്ള സാധനമുണ്ട്, അവിടുന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, പോലീസിനെ നിങ്ങൾ തടയേണ്ടത് ആവശ്യമില്ല, പോലീസ് നമ്മളെ കൂടിയാണ്, അവർ നിങ്ങളെയും തടയില്ല, നിങ്ങൾ ഇതിൽ സുരക്ഷിതരാണ് എന്ന് വിളിച്ചു പറയുന്ന, അല്ലെങ്കിൽ അത് അത്രയും ആഘോഷിച്ചിട്ടുള്ള ഒരു മോബിനെയായിരുന്നു അന്ന് സത്യത്തിൽ അവിടെ ഞാൻ കാണുന്നതും അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഞങ്ങൾ എല്ലാവരും കൂടെ കാണുകയും ചെയ്തത്. അതിനുശേഷം നടക്കുന്ന വംശഹത്യയിലാണ് ഈ പറയുന്ന 40 അടുത്ത് മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നത്. അത് ആ കലാപം ഇല്ലാതാവുന്നു അല്ലെങ്കിൽ അത് നിർത്തലാവുന്ന ഒരു സന്ദർഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ 3-4 ദിവസം കഴിയുമ്പോൾ മുസ്ലിങ്ങൾക്ക്, അതായത് മുസ്തഫാബാദ് എന്നിട്ടുള്ള അതിൻ്റെ ഇടയിലുള്ള ഒരു കൂട്ടർക്ക് മനസ്സിലാവണം എന്ത്, ഈ സ്റ്റേറ്റ് നമ്മളെ കൂടെ നിൽക്കില്ല, ഇവരാരും ഞങ്ങളെ കൂടെ നിൽക്കില്ല, ഞങ്ങളുടെ പ്രതിരോധം ഞങ്ങൾ തന്നെ എടുക്കേണ്ട ഒരു സാധനമാണ് മനസ്സിലാക്കുകയും അവർ നടത്തിയിട്ടുള്ള തിരിച്ചടികളുടെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നുള്ളത് സത്യത്തിൽ ആ വയലൻസ് കെട്ടടങ്ങുന്നത്. അവസാനം ഒരു 60 വയസ്സുകാരനെ ഒരു വെള്ളിയാഴ്ച പകൽ രാത്രി പോയി നിങ്ങളിപ്പം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം പിറ്റേന്ന് പോയി കൊല്ലുന്ന രീതിയിൽ, അതോടുകൂടിയാണ് ഈ പറയുന്ന ഡൽഹി പ്രോഗ്രാം അവസാനിക്കുന്നത്. അതിനുശേഷം എൻ്റെ സമയം അവസാനിക്കാൻ തോന്നുന്നു, ഞാൻ കുറച്ച് അവിടെ ഇവിടെയൊക്കെ വിളിച്ചു കിട്ടി. അതിനുശേഷമാണ് സുഹൃത്തുക്കളായിട്ടുള്ള പല ജാമ്യയിലും JNUയിലൊക്കെയുള്ള സുഹൃത്തുക്കളായിട്ടുള്ള പലരും, ഷർജീൽ ഇമാം നേരത്തെ പറഞ്ഞു, സഫൂറ സഖാർ പറഞ്ഞു, ആളുകളെ ജയിലിൽ അടച്ചുകൊണ്ട് ഈ നടത്തിയ കൊലപാതകങ്ങളുടെ, ഈ നടത്തിയിട്ടുള്ള അക്രമങ്ങളുടെ ഒക്കെ സൂത്രധാരന്മാർ നിങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ജയിലിലടക്കുകയും ഈ പറയുന്ന ഇത്രയും കാലം അത്രയും അവരെ ജയിലിൽ വെക്കുകയും ചെയ്തിട്ടുള്ളത്. 10 സെക്കൻഡാണ് ബാക്കിയുള്ളത്. ഒരു കാര്യം മാത്രം പറയാം. ഇൻകുലാബ് സിന്ദാബാദ് എന്നുള്ള ആ ഒരു കോയിനേജ് അല്ലെങ്കിൽ ആ ഒരു സ്ലോഗൻ പറഞ്ഞിട്ടുള്ള അയാൾ തന്നെ പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. ഇന്ത്യയുടെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെയാണ് കൊല്ലുക, അവർ തന്നെയാണ് നിയമങ്ങൾ ഉണ്ടാക്കുക, അവർ തന്നെയാണ് നീതിയുടെ അല്ലെങ്കിൽ ന്യായാധിപന്മാരായിട്ട് വരിക, അവർ തന്നെയാണ് വിധിയും എഴുതുക, അവർ തന്നെയാണ് നമ്മളെ ജയിലിലടക്കുക, അവർ തന്നെയാണ് നമ്മളെ കൊലപാതകം ചെയ്യുക. ഇതാണ് സ്റ്റേറ്റ്, ഇതാണ് ഇന്നത്തെ ഇന്ത്യൻ സ്റ്റേറ്റ് എന്നുള്ള മനസ്സിലാക്കുക. ഡൽഹി പ്രോഗ്രാം ഞാൻ കവർ ചെയ്തതിലോ അല്ലെങ്കിൽ ഞാൻ കവർ ചെയ്ത ആദ്യത്തെ ഒരു പ്രോഗ്രാം വയലൻസിൽ പെട്ടതാണ്. ഞാൻ ഇന്നിപ്പം ഇവിടെ വന്നിട്ടുള്ള ഒരാളുണ്ട്, ഹൽദ്വാനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സുഹൃത്തുണ്ട്. ഹൽദ്വാനിയിൽ 5 പേരെ മുസ്ലിം ചെറുപ്പക്കാരെ ഒരു വൈകുന്നേരം വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ മാറ്റി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ എടുത്ത് സൂക്ഷിക്കാൻ വെച്ചിട്ടുള്ള ഒരു ഡാറ്റ സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പാല് വാങ്ങിക്കാൻ പോയ പേരിൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുള്ള 5-6 മുസ്ലിങ്ങളുടെ കഥ എനിക്ക് ഈ കഴിഞ്ഞ 4-5 വർഷത്തെ റിപ്പോർട്ടിംഗ് അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. അങ്ങനെ ഒരു കുട്ടിയുടെ കഥ ഇന്നിപ്പോൾ വീണ്ടും ഹൽദ്വാനിത്തെ കഥ ഇങ്ങനെ പറഞ്ഞിരുന്നു. മകൻ പോയി, മകനെ വെടിവെച്ച് കൊല്ലാൻ പോയപ്പോൾ അത് അവരോട് കാല് പിടിക്കാൻ പോയ വാപ്പാനെയും വെടിവെച്ച് കൊന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്, ഒരു പോലീസ് സിസ്റ്റം. അതിൽ ആ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങളിൽ ഒന്നും ഒരു കോമ്പൻസേഷനോ അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ അതൊരു FIR പോലും ഇടാതെ നിൽക്കുന്ന സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിൻ്റോട് കൂടി സംവാദിക്കാനും അതിൽ പാർട്ടിസിപ്പൻ്റ് ആവുകയും അതിനോട് എൻഗേജ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇനിയുള്ള ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ദൗത്യവും അല്ലെങ്കിൽ അവർക്ക് മുന്നിലുള്ള ചാലഞ്ചും എന്നുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.